നമസ്കാരം നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കുന്നത്. നമ്മുടെ ആൾ ദൈവം, ഈ ലോകം മുഴുവൻ എൻ്റേതാണ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ എഴുതിയ ഒരു കുറിപ്പാണിത്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പം ഈ കുറേ പോഴന്മാർ കിടപ്പുണ്ടല്ലോ, വല്ലയിടത്തും പോയി ആർക്കെങ്കിലും ഏണി വെക്കാൻ പറഞ്ഞിട്ട് കിടക്കുന്നത്, ഇതിനെയൊക്കെ പ്രതികരിക്കാൻ ആരുമില്ല. അതാണ് മെയിൻ ഒരു വിഷയം. കാരണം ഞാനിപ്പം ഒരു ചാനലിലും പോയി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ പോയി വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. ഞാൻ പ്രതികരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. എനിക്കിപ്പോൾ അതിനുള്ള സമയമല്ല. അപ്പോൾ നമ്മുടെ MG സാറിനെയും യേശുദാസ് സാറിനെയൊക്കെ ഇപ്പം നമ്മളെ നാട്ടിലുള്ളവരെ എല്ലാം പറഞ്ഞ് കുഴഞ്ഞ് ലാസ്റ്റിൽ ഇപ്പോൾ സെലിബ്രിറ്റികളെ പിടിച്ചു. MG സാറിന് പാട്ട് പാടാൻ അറിയത്തില്ല, അവളാണ് വലിയ പാട്ടുകാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ ആ ടൈപ്പ് ചെയ്ത് വച്ചേക്കുന്നത്. സത്യത്തിൽ ഇത് കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, കുറേ ആൾക്കാർ ഈ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ വിമർശിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ടായിരുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആരെയും ഞാൻ അവഹേളിക്കാൻ ഞാൻ വരുന്നില്ല. എന്നാലും ഇത് അങ്ങേയറ്റത്തെ ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്തേ പറ്റൂ. കാരണം MG സാറിന് പാട്ടറിയില്ല. ഈ പറയുന്ന നാഗ എന്ന് പറയുന്ന കൊല്ലാമലയിൽ കിടക്കുന്ന കൂതറയ്ക്ക് മാത്രമേ പാട്ടറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറേ നാൾ കൊണ്ടൊന്നും വീഡിയോ ഇടാഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ സാഹചര്യം അതല്ല. എൻ്റെ വർക്ക് കാര്യങ്ങൾ അത് ഇത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്ക് യൂട്യൂബിലല്ല വരുമാനം. നമ്മൾ യൂട്യൂബ് പ്രതീക്ഷിച്ച് നിന്നൊരു വ്യക്തിയല്ല. പിന്നെ വന്നു ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയതായിരുന്നു. പക്ഷേ ഇത് നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ആ പറഞ്ഞേക്കുന്ന വാചകങ്ങൾ അവിടെ തന്നെ കിടപ്പുണ്ട്, നിങ്ങളതൊന്ന് വായിച്ചു നോക്ക്. ആ പുള്ളിക്കാരൻ പാവം ഒരു പുള്ളിക്കാരൻ ആ പാട്ട് പാടുന്നു. അത് വിട്ട് വേറൊരാളിനെ പോയി കുറ്റം പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രതികരണത്തിന് പോവാനോ ഒന്നും പോകാത്തൊരു വ്യക്തിയാണ് ആ പുള്ളി. ഈ പുള്ളിക്കാരനെ കുറിച്ച് ഇത്ര പറഞ്ഞിട്ട് ബാക്കി ഏതെങ്കിലും ഒരു ചാനലുകാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും കയറി ചൊറിയുമായിരുന്നു. ഈ കാര്യത്തിൽ എന്തുകൊണ്ടാരും ചൊറിഞ്ഞില്ല? ഇപ്പം ഇത് പണ്ട് നമ്മളെയൊക്കെ കുത്തിയിരുന്ന് ചീത്ത വിളിച്ചത് നിങ്ങളൊക്കെ കേട്ട് രസിച്ച്, ഞാനും കേട്ട് രസിച്ചു എന്നല്ല, ഞാനും അതിനെ ട്രോളി റിയാക്ഷൻ വീഡിയോകളും എല്ലാം ഇട്ടു. പക്ഷേ ഇത് വന്നിട്ട് ഒരു ദിവസമായി ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഇന്നലെ ഈ സമയത്ത് ഞാൻ കണ്ടതായത്. ഇത്രയും നേരമായിട്ട് എൻ്റെ അറിവിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ എണ്ണം, ഞാൻ അവഹേളിക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ല, ആരെ അവഹേളിക്കാൻ വരുന്നില്ല. ഞാൻ കുറേ റിയാക്ഷൻ വീഡിയോസ് ഞാൻ ആ ചാനലുകളെല്ലാം പോയി നോക്കി. ഈ ഒരു കാര്യത്തിൽ മാത്രം ആരും ഒരു പ്രതികരണം പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ കഴിവിൻ്റെ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാരണം റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ ഒന്ന് കാണട്ടെ. റിയാക്ഷൻ വീഡിയോകൾ ഒരുപാട് പേർക്ക് റിയാക്ഷൻ ചെയ്തവർ ഞാനും കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനും റിയാക്ഷൻ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ആ ഒരു ഇത് വെച്ച് ഞാൻ പറയുക. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ, ഇപ്പം കുറേ ഗുരുസ്വാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അവരൊരു ഒരു ഗുണ്ടാ മാഫിയ സംഘം തന്നെ ആയി തീർന്നിട്ടുണ്ട്. ഈ നമ്മൾ പണ്ട് പറയുമായിരുന്നു, വീടിൻ്റെ മുന്നിൽ ഒരു പാഴ്മരം വളർന്നാൽ അത് അന്നേരം മുളയിലെ നുള്ളിക്കളയണമെന്ന്. വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പിന്നെ വീടിന് കേടാത്. കാരണം വെട്ടുമ്പം അതിൻ്റെ കൊമ്പ് വന്ന് വീടിൻ്റെ മണ്ടയ്ക്ക് വീഴും. അത് അന്ന് ഓട് വീടായിരുന്നല്ലോ, ഓട് പോലെയൊക്കെ ആയിരുന്നല്ലോ, അത് പോവും. അതുപോലെ അന്ന് പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ഇപ്പോഴേ നുള്ളിയില്ലെന്നുണ്ടെങ്കിൽ ഈ MG സാറിനെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ അവൾ എന്തുവാണ് അവിടെ ആ ഒരു മൈൻഡ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ആ പറഞ്ഞേക്കുന്ന വാചകം ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടേക്കുന്നതിനാണ്, നിങ്ങൾ കാണണം. അവൾ പറഞ്ഞേക്കുന്ന വർത്തമാനം, ഈ പുള്ളിക്കാരൻ്റെ കാല് കഴുകാനുള്ള യോഗ്യതയില്ല, അല്ല കാല് തുടയ്ക്കാനുള്ള യോഗ്യതയില്ലാത്തവളാണ്, ചെറ്റക്കുടലിൽ കിടക്കുന്നവളാണ് ഈ പറയുന്നത്. ഈ കൊല്ലാമലയിൽ ആ ആ കുരിശടിയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന വഴിയിൽ താഴെ കുഴിയിൽ മാനും മാഞ്ചാതിയും ചെല്ലാത്ത ഒരു സ്ഥലത്ത് കാട്ടിൽ കിടക്കുന്നവളാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ചാൽ പോലും അവരുടെ വീട്ടുമുറ്റത്ത് ചെല്ലാത്ത ഒരുത്തിയാണ് ഈ പറയുന്നത്.
ഇത്രയും നമ്മളെ ആയിരക്കണക്കിന് പാട്ടുകൾ പാടി രസിപ്പിച്ച MG സാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്കൊക്കെ ഇപ്പോൾ വായാട്ടമൊന്നുമില്ലയോ? ഈ പ്രതികരിച്ച വ്യക്തികൾക്ക് ആർക്കും വായിക്കകത്ത് നാക്കില്ലയോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം വിത്ത് ഫോൺ നമ്പർ സಮೇതം ഞാൻ ആ ഫോൺ നമ്പർ ഒഴിവാക്കിയതാണ്. കാരണം ഫോൺ നമ്പർ വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഒഴിവാക്കിയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ആ ടൈമിങ്ങും കാര്യങ്ങളും ഞാൻ കണ്ട ടൈമിങ്ങും ഇന്നലെ 12 മണിക്ക് ഞാൻ കണ്ട സാധനം ഇന്നലെ 12 മണിക്ക്, ഇപ്പോൾ 24 മണിക്കൂർ 12, ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയായി, ഇപ്പം സമയം 4 മണി 5 മണി 4:30 ബാങ്ക് വിളിച്ച് 4:45 ഈ സമയത്താണ് ഞാനിപ്പോൾ ഇതിനെ പ്രതികരിക്കുന്നത്. കാരണം ആരെങ്കിലും പ്രതികരിക്കുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ട്രോളന്മാരോടും പിന്നെ ഈ എന്തോ പറയുന്നത് എല്ലാവരോടും, ഈ യൂട്യൂബിൽ ചാനലുള്ള എല്ലാവരോടും, യൂട്യൂബിൽ ട്രോൾ ചെയ്യുന്നവരുണ്ട്, ട്രോളന്മാരുണ്ട്, പിന്നെ എന്താ പറയുന്നത് നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരും, പിന്നെ അഭിമുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇത് എങ്ങനെയെങ്കിലും MG സാറിൻ്റെ ചെവിയിൽ ചെല്ലണം. അപ്പോഴേ ഇവർക്ക് എന്തുവാ തൊടുത്ത അമ്പ് തിരിച്ച് നമുക്ക് തന്നെ വന്നല്ലോ എന്ന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുക. ഇതിൽ നിങ്ങളൊരു ഉപേക്ഷ വിചാരിക്കരുത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഞാൻ ഈ റിയാക്ഷനൊക്കെ ചെയ്യുന്ന ഒരുപാട് ചാനലിലൊക്കെ ഞാൻ ഏകദേശം എൻ്റെ കണക്കിലൊരു 10,000-10,000 ചാനലിന് മേലെ ഞാൻ സബ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ചാനൽ ഞാൻ ഇന്ന് കയറി ഇറങ്ങി നോക്കി, ആരും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം ഇത്രയും വൾഗത്തരം, ഇത്രയും വിദ്യാഭ്യാസമില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ച ഇവളെ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും തുടച്ചു മാറ്റാൻ പറ്റണം. അതാണ് നമുക്ക് വേണ്ടുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ യൂട്യൂബ് കൊണ്ട് തിന്നുന്നവനും ജീവിക്കുന്നവനൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒന്നും വന്ന് ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു ടൈം പാസിന് ഇടുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുവാന്ന് എപ്പോഴെങ്കിലും ഒന്ന് വളരുന്നെങ്കിൽ വളർന്നോട്ടെ. അതിനെക്കുറിച്ച് അതിനായിട്ട് ഞാൻ പുറകിൽ പോകുന്നൊരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പം പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ നാഗ എന്ന് പറയുന്ന ആൾ ദൈവം ഒരു എച്ചാമച്ചാമിയോ ഒരു സാമിയും, കുറേ സ്വാമിമാരുടെ ഒരു ഗുണ്ടാ വിളയാട്ടം കൊളക്കട ദേശത്ത് നടക്കുന്നുണ്ട്. കൊളക്കട, കൊല്ലാമല, കൊല്ലം ജില്ലയിൽ ഏനാറ് കഴിഞ്ഞ് കൊട്ടാരക്കരയ്ക്കും സെൻട്രൽ നടക്കുന്ന ഈ ഭാഗത്ത് നടക്കുന്ന ഈ തോന്നിവാസം നിർത്തിയേ പറ്റൂ. ഇവളെ ഫേസ്ബുക്കിൽ നിന്ന് തുടച്ച് മാറ്റിയേ പറ്റൂ. ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും തുടച്ചു മാറ്റി ഇവൾക്കെതിരെ കർശന നടപടി എടുത്തേ പറ്റൂ. അതിന് ആരൊക്കെ സപ്പോർട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതുമാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനിത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.